ഉപ്പും മുളകും എന്ന് പറഞ്ഞ ഷോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോയിലാണ്. അതിലൂടെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ രണ്ട് വ്യക്തികളാണ് നിഷ സാരംഗ് അതുപോലെ തന്നെ ബിജു സോമാന്. ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പം പലവർക്കും അറിയത്തില്ല. ബാലു നീലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു ക്യാരക്ടറിലൂടെയാണ് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഷോയാണ് ഈ ഒരു ഉപ്പും മുളകും എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇടയ്ക്ക് ഒരു ബിജു സോമാനും അതുപോലെ തന്നെ കൂടെ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിക്കുന്ന ആ ഒരു നടൻ, അവർ രണ്ടുപേർക്കുമെതിരെ ഒരു കേസ് വരുന്നത് ഈ ഒരു ഉപ്പും മുളകും സീരിയലിൽ തന്നെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏത് നടിയാണെന്നുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് നീലിമ, അതായത് നിഷ സാരംഗ് ഈ ഒരു ഷോയിൽ പിന്നെ പങ്കെടുക്കുകയൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ അഭിനയിക്കുന്നതേ കാണാനില്ലായിരുന്നു. ഇവർ പോയതിന് ശേഷം നിഷ സാരംഗിനെയും കാണുന്നില്ലായിരുന്നു. ഇതോടെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, നിഷ സാരംഗാണോ, നിഷ സാരംഗിനോടാണോ ഇവർ ഈ രീതിയിൽ പെരുമാറിയത് എന്നുള്ളൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതുവരെ അതിനുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നിഷ സാരംഗാണ് ഇതിനുള്ള ആ ഒരു സ്ത്രീ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു നടി എന്നുള്ളൊരു കാര്യം. ഇതിനെപ്പറ്റി ഇതുവരെ ഡീറ്റെയിൽസ് ആയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഈ ഒരു ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അതായത് ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, ആ ഒരു വ്യക്തി എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാലും അത് തെളിയിക്കും. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സപ്പോർട്ടിനുള്ളതാണ്, എൻ്റെ വലിയൊരു ആശ്വാസം. ഈ ഒരു ടഫ് ടൈമിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഊർജ്ജമെന്നും പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും എല്ലാവരും ഡൗട്ട് അടിക്കുന്നത് ആ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു സീരിയൽ നടി എന്ന് പറയുന്നത് നീലിമ തന്നെയാണോ, അതായത് നിഷ സാരംഗ് തന്നെയാണോ? കാരണം അതിന് ശേഷം ആ ഒരു സീരിയലിലേക്കൊന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ആൾക്കാർ ഡൗട്ട് ചെയ്യുന്നത് നിഷ സാരംഗിനെ തന്നെയാണ്. ഇതിപ്പം പിന്നെയും കുത്തിപ്പൊങ്ങി വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് ക്ലിപ്പുകളൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു നീലിമയുടെ, അതായത് നിഷ സാരംഗിൻ്റെ ഈ ഇടയ്ക്ക് നടന്നൊരു ഇൻ്റർവ്യൂ വന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ചില ചോദ്യങ്ങളിൽ കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം പിന്നെയും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്.